ആലപ്പുഴ ജില്ലയിൽ LDFന് ജയം ഉറപ്പാണെന്ന് ഉറപ്പിച്ച സീറ്റാണ് ആലപ്പുഴ. പക്ഷേ അപ്രതീക്ഷിതമായ പരാജയമാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥി PP ചിത്രരഞ്ജൻ നമുക്കൊപ്പമുണ്ട്. പരാജയം പ്രതീക്ഷിതമായിരുന്നു അല്ലേ? അപ്രതീക്ഷിതമായ പരാജയമാണ്. ഒരിക്കൽ പോലും പരാജയത്തിന്റെ ഒരു സൂചനയും ഒരു നിലയിലും വന്നിട്ടില്ല. സംഘടനാ രംഗത്തും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മീഡിയകൾ പോലും LDF ജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പൊതു സ്വീകാര്യതയും അതോടൊപ്പം തന്നെ വികസനത്തിലെല്ലാം ഉള്ള വലിയ സംതൃപ്തി ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് നേരെ തിരിച്ചായി. എന്താണ് ഈ സ്ഥാനാർത്ഥിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ജനങ്ങൾ കണ്ടത് എന്തായിരിക്കാം? അല്ല, അതൊരു സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല, പൊതുവെ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു LDF വിരുദ്ധ കാറ്റുണ്ട്. അതൊരു ഭാഗമായിട്ട് ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ അയാളുടെ കുടുംബ പശ്ചാത്തലമെല്ലാം അവതരിപ്പിച്ചുകൊണ്ടും പിന്നെ യുവാവാണെന്നുള്ള നിലയിലും അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു പ്രചരണ ആയുധമാക്കി ഉപയോഗിച്ചത് ഒരു മറ്റേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ കരിങ്കൊടി കാണിക്കുന്ന ആ സന്ദർഭത്തിലുണ്ടായ ആ വിഷയത്തെ അതൊരു പ്രചരണ ആയുധമാക്കി അതിന്റെ വീഡിയോ അതെല്ലായിടത്തും LED പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കാനുണ്ടായത്. അപ്പോൾ അതിനെല്ലാം എങ്ങനെ പരമാവധി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള നിലയിലുള്ള നല്ല പരിശ്രമം നടത്തി. ചില കേന്ദ്രങ്ങളിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. എല്ലാവരുമല്ല, ഒരു പ്രത്യേക സമുദായത്തിലെ കുറെ ആൾക്കാർ, എല്ലാവരുമില്ല, അവരെല്ലാവരും ഒന്നിച്ചൊന്നും ചേർന്നൊന്നും ഒരിക്കലും പറയാനൊക്കില്ല. ഏതാനും ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രചരണം, ആ പ്രചരണമെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്. UDF ആ സമുദായത്തെ ഉപയോഗിക്കാൻ, ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു പ്രചരണം നടത്താൻ ടൂളാക്കിയിട്ടുണ്ടോ UDF? അല്ല, അതിപ്പോ UDFന്റെ അനുവാദം അല്ലെങ്കിൽ UDF ആയിട്ട് ആലോചിക്കാതെയൊക്കെ വരുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, പ്രചരണം നടന്നെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അത് പല രൂപത്തിൽ അത് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഒന്നും അതിനകത്തൊന്നും വശംതരായിട്ടില്ല. എല്ലാ സ്ഥലത്തും അത് നടന്നിട്ടുമില്ല, കുറെ സ്ഥലത്തും നടന്നിട്ടുണ്ട്. പാർട്ടി വോട്ടുകൾ ചോർന്നായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അസസ്മെന്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം നമ്മളിപ്പോ ഇതിന് പരിശോധിക്കണമല്ലോ. നമുക്കിപ്പോ നോക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട്, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, അതിനേക്കാൾ കൂടിയ വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള വോട്ട്, പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എവിടെയാണ് വോട്ട് കുറഞ്ഞത്, എങ്ങനെയാണ് കുറയാൻ ഇടയായ സാഹചര്യം, ഇതൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രമേ അഭിപ്രായങ്ങൾ പറയാൻ കഴിയൂ. മറ്റേതെങ്കിലും നിലയിലുള്ള ഒരു തെറ്റായ പ്രവണതയൊന്നും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഉണ്ടായിട്ടില്ല എന്നുള്ള തികഞ്ഞ വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ഗവൺമെന്റ് അടി കൊണ്ടത് മാത്രം ഒരു ക്വാളിഫിക്കേഷൻ ആകുമോ? അങ്ങനെയുള്ള ആളുകൾ ഒക്കെ SFIയിലും ഒക്കെ അല്ലെങ്കിൽ DYFIയിലൊക്കെ അടി കൊണ്ടുള്ളവരാണല്ലോ. അല്ല, അതെന്ന് പറയുന്നത് നമ്മളൊക്കെ അടികൊള്ളുന്ന കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഈ സംവിധാനമൊന്നും ഇല്ലല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇത് ഏതാനും മാസത്തിന് മുമ്പ് നടന്ന ആകെ ഒരു സമരത്തിൽ പങ്കെടുത്ത് അടികൊണ്ടത് മാത്രമേ ഉള്ളല്ലോ. നമ്മളൊക്കെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്ത് എത്രയോ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണായുധമാക്കി മാറ്റിയില്ല. അവരത് പ്രചരണമാക്കി പുതിയ കാലത്തിനനുസരിച്ച് മാറ്റി. ആ മാറ്റിയതിനെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ഞാൻ കാണുന്നത്, പെസഹ വ്യാഴാഴ്ച രാത്രി പൂങ്കാവ് പള്ളിയിൽ അന്ന് അവിടെ വിശുദ്ധ വാരത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് സ്റ്റേജിന്റെ തെക്കോട്ട് നോക്കുമ്പോൾ ഒരു വലിയ LED വാള്, ആ LED വാളിൽ ഇതിന്റെ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ 4 ദിവസക്കാലം ഏറ്റവും കൂടുതൽ 10,000-കണക്കിന് ആൾക്കാർ വരുന്ന ആ ദിവസങ്ങളിലെല്ലാം ഇത് മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് നടന്ന് ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആകെ അവരുടെ സഹതാപം നേടാൻ കഴിയുമോ എന്നൊക്കെ ആയിരിക്കും നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിജയം പല ഘടകങ്ങൾ കാണും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചതായിരുന്നു. ഒരു പരാതിക്ക് ഇട നൽകാതെ ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും കൂടുതൽ സജീവമായി
പുതിയ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രമേ ഈ പാർലമെന്ററി പ്രവർത്തനത്തെയും കാണുന്നുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മത്സരിച്ചതെന്നും ആ തോൽവി അങ്ങനെ കാണുന്നുവെന്നും പുതിയ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകുമെന്നാണ് പി ചിത്രരഞ്ജൻ നമ്മളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അനീഷേ. ഞാൻ MLA എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൽ തുടങ്ങിവെച്ച കുറെ അധികം കാര്യങ്ങളുണ്ട് നടന്നു വരുന്നത്. ആ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുക്കും. അതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ ആ ജനപ്രതിനിധിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ജനാധിപത്യപരം അങ്ങനെയാണ്, നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി എന്റെ സമയം ഞാൻ വിനിയോഗിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും പറയാത്തൊരു കാര്യമാണ്, പുതിയ MLAക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും പി ചിത്രരഞ്ജൻ വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് S. അജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.